നമസ്തേ. മാതൃഭാഷാ പഠനം രണ്ടാമത്തെ ഭാഗമാണ്. തിരുവനന്തപുരത്തെ ഒരു ഗവൺമെൻറ് കോളേജിൽ സംസ്കൃത വിഭാഗത്തിലെ തലവനായിരുന്ന സംസ്കൃത വിഭാഗത്തിൻ്റെ മേധാവി ആയിരുന്ന, ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് സർവീസിൽ നിന്ന് വിരമിച്ച്, അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ചോദ്യം ഇതാണ്: സാർ, എന്താണ്? അദ്ദേഹം സംസ്കൃത വിഭാഗത്തിൻ്റെ മേധാവിയാണ്, യൂണിറ്റ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല. അദ്ദേഹം തന്നെ ഒരു പുസ്തകം, അദ്ദേഹം രചിച്ച ഒരു പുസ്തകം അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം തന്നത് എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. അദ്ദേഹം അതിൽ എഴുതിയിട്ടുമുണ്ട്. അദ്ദേഹം വിനീത അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലൂടെ എഴുതിയാണ് അത് എനിക്ക് അദ്ദേഹം തന്നത്. ആ സഹൃദയനായ അദ്ദേഹത്തിനോട് അന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ചോദ്യം ഇതാണ്: സാർ, എന്താണ് വൈദിക സംസ്കൃതവും നമ്മൾ ഈ കോളേജിലൂടെ യൂണിവേഴ്സിറ്റിയിലൂടെയൊക്കെ പഠിക്കുന്ന സംസ്കൃതം തമ്മിൽ എന്താ സാർ അതുമായിട്ട് തമ്മിലൊന്ന് പറയാം? ബന്ധം എന്താണ്? വൈദിക സംസ്കൃതവും നമ്മളിന്ന് പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സംസ്കൃതവും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ അത് ഒന്ന് തന്നെയാണെന്ന് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ഉത്തരം നമ്മളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ്: വൈദിക സംസ്കൃതം അനന്ത സാഗരമാണ്. വൈദിക സംസ്കൃതം അനന്തസാഗരമാണ്. അതിൽ നിന്നെടുത്ത കൈകൊണ്ട് എടുത്ത ഒന്ന് മാത്രമാണ് ഇന്ന് നമ്മൾക്ക് അറിയാവുന്ന സംസ്കൃതം. വൈദിക സംസ്കൃതത്തെ അദ്ദേഹം അനന്തസാഗരം എന്നാണ് വിശേഷിപ്പിച്ചത്. സംസ്കൃത വിഭാഗത്തിൽ അധ്യാപകനായി, അല്ലെങ്കിൽ അതിൻ്റെ കോളേജിലെ യൂണിറ്റ് തലവനായി സെർവ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ അഭിപ്രായം, അദ്ദേഹം ഒരു സഹൃദയനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വവും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം വൈദിക സംസ്കൃതത്തെ അനന്തസാഗരം എന്നായിട്ടാണ് കണ്ടത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഒരു നന്ദിയോടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം വളരെയധികം പ്രചോദനം നൽകി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിത്. അദ്ദേഹത്തിന് നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെ ഭാഗവതമായിട്ട് വലിയ ബന്ധമുള്ള വലിയൊരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിയുണ്ട്. ഒരു തമ്മിലുള്ള വാക്കിനെക്കുറിച്ച് സംസാരത്തിലൂടെയാണ് അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്.
ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് ദൂരദർശനിലൂടെ നിരന്തരം, അതുപോലെ റേഡിയോയിലൂടെയൊക്കെ അദ്ദേഹം നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെട്ട് ലോകപ്രശസ്തമായ ഒരു സ്ഥാപനം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഉണ്ട്. ഇവിടെയും പേരിന് പ്രസക്തിയില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. അദ്ദേഹവും വസ്തുതകളെ അംഗീകരിക്കാൻ ക്കുന്ന കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തി. അദ്ദേഹത്തെയും ഞാൻ ഇവിടെ സ്നേഹപൂർവം സ്മരിക്കുകയാണ്. ഇവിടെ ഭാഷാ പഠനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷാ പഠനം, വൈദിക സംസ്കൃതത്തിൻ്റെ പഠനത്തിലൂടെ മനുഷ്യൻ്റെ സ്വസ്ഥമായ അല്ലെങ്കിൽ ശാന്തമായ ജീവിതത്തിന് ആവശ്യമായത് എന്തൊക്കെയാണോ അത് ഷെയർ ചെയ്യുക എന്നതാണ് ജഗദീശ്വരൻ്റെ സാന്നിധ്യത്തിൽ, ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നിർവഹിക്കാറുള്ളത്. നമുക്കാണ് ഇവിടെ വിഷയത്തിനാണ് പ്രാധാന്യം. പ്രഥമ സ്ഥാനം വിഷയം, രണ്ടാമത്തെ സ്ഥാനം ശ്രവിക്കുന്ന അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക്. ഇപ്പോൾ ഇത് ശ്രോതാക്കളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നേർക്ക് നേർ ഇത് ആരിലൂടെയാണോ പുറത്തു വരുന്നത് അദ്ദേഹത്തെയും കാണാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നാമത്തെ സ്പീച്ചിൽ ഞാൻ ഇവിടെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തത് കുറേ വാക്കുകളാണ്. വേദം അല്ലെങ്കിൽ വേദാന്തം എന്ന വാക്ക്, സിദ്ധാന്തം എന്ന വാക്ക്, ഗ്രന്ഥം എന്ന വാക്ക്, കവിത അല്ലെങ്കിൽ കാവ്യം എന്ന വാക്ക്, ഇതെല്ലാം ഇംഗ്ലീഷുമായി ബന്ധമുള്ള വാക്കുകളാണെന്നും അത് ആ രീതിയിൽ അതിൻ്റെ പ്രൊനൗൺസേഷൻ എന്നൊക്കെയാണ് നമ്മൾ അതിനെ ഉച്ചരിക്കുന്നതിന്. പ്രോനൗൺ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ്ങിലൊക്കെ തന്നെ നമുക്ക് ചെറിയ അപാകത നമ്മൾ ആരോ വരുത്തി മനഃപൂർവ്വം. പ്രോനൗൺ ആ വാക്ക് പിന്നീട് നമുക്ക് ഗ്രഹിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വാക്ക് ഇംഗ്ലീഷ് വാക്കാണ് ഞാൻ പറഞ്ഞത്. വേദാന്തം. എന്തുകൊണ്ടാണ് ഈ വാക്കിന് വേദാന്തം എന്ന് പേരിടാൻ കാര്യം? അതായത് അറിവിൻ്റെ അവസാനം എന്നാണ്, അവസാനത്തെ മാർഗം അല്ലെങ്കിൽ വഴി എന്നാണ്. എൻഡ്, ഗ്രഹിക്കാൻ കഴിയുന്ന, ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ അന്തം, അതാണ് അന്തം. ഈ ഓരോ വാക്കിൻ്റെ മീനിങ് ഞാൻ നമുക്ക് പിന്നീടുള്ള ലേറ്റർ സ്റ്റേജിലാണ് അത് കൂടുതൽ അടുത്തറിയേണ്ടുന്നത്. അത് സംശയരഹിതമായി അതിൻ്റെ മീനിങ് അത് തന്നെയാണെന്ന് സഹൃദയർക്ക് അത് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ മനസ്സിലായിക്കൊള്ളു. ഒരാൾ പറയുന്നത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അതാണ് ഭാഷാ പഠനത്തിനകത്ത് അല്ലെങ്കിൽ വേദാന്ത പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേദവുമായിട്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ കോട്ട് ചെയ്യുന്ന ഓരോ വാക്കിൻ്റെയും മീനിങ് ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് സ്വയം അനലൈസ് ചെയ്ത്
ഉറപ്പ് വരുത്തത്തക്ക അറിവ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്ക് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, സംസ്കൃതത്തിൽ ഒരു 2, 3, 4 വരികൾ അങ്ങോട്ട് പറയുക, തികച്ചും വ്യത്യസ്തമായ ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില അറിവുകൾ നമ്മളെ അടിച്ചേൽപ്പിച്ചു. അവിടെ നമ്മൾ വി ആർ കമ്പൽഡ് ടു ലിസൺ. വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരായി. അതിൻ്റെ ഗതികേടുണ്ടായി. കാരണം നമുക്കറിയത്തില്ല എന്തായിരുന്നു വൈദിക സംസ്കൃതം എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈദിക സംസ്കൃതം വെച്ചാൽ തനി മലയാളമാണ്. വൈദിക സംസ്കൃതം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഭാഷ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് തന്നെയാണ് എന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മലയാളത്തെ എതിർക്കുന്നവരും ഇംഗ്ലീഷിനെ എതിർക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരും ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നവരും വൈദിക സംസ്കൃതം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരും ഒക്കെ തന്നെ വലിപ്പവും ചെറുപ്പവും നോക്കാതെ, വ്യക്തിബന്ധങ്ങൾ നോക്കാതെ, ഇതാരിൽ നിന്ന് വരുന്നു എന്ന് നോക്കാതെ, എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, ആ ശക്തിയിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഗ്രഹിക്കുന്നത്. ആദ്യകാലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും പോയിട്ടല്ല ഈ അക്ഷരത്തെ നമ്മൾ ഗ്രഹിച്ചത്, ഈ ശബ്ദത്തെ ഗ്രഹിച്ചത്. ഈ വേദാന്തങ്ങളൊന്നും തന്നെ അത് പകർത്തി എഴുതിയ ഋഷീശ്വരന്മാരാരും തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും തന്നെ ലഭിക്കാതെ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയാണ് അവരുടെ ഗുരു. ഇവിടെയും ഈ പഠനവും ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരറിവും രചിച്ചിട്ടില്ല, ഒരറിവും രചിച്ചിട്ടില്ല, വായിച്ചു പഠിച്ചതല്ല എന്ന്. ഒരിടത്ത് അത് രചിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ രചിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും അത് നമ്മുടെ തനി മലയാളത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മൾ അബദ്ധം പറ്റി. നമുക്ക് പറ്റിയിട്ടില്ല ഇതേവരെ അതിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ. ആ ട്രഷറിനെ ഭാഷയിലൂടെ നമുക്ക് ശിലകളിലൂടെയും താളിയോലയല്ല ഓലത്താളുകളിലൂടെയും നമുക്ക് അത് ലഭ്യമായിരുന്നു. ഒരു അത് പക്ഷേ നമുക്ക് മറ്റൊരാൾക്ക് വായിച്ച് മനസ്സിലാക്കുന്ന ലാംഗ്വേജ് അല്ലായിരുന്നു. അതാണ് വൈദിക സംസ്കൃതം. അത് തന്നെയാണ് തനി മലയാളവും. ആ തനി മലയാളത്തിലെ സുപരിചിതമായ വാക്കുകളിലൂടെയാണ് നമ്മൾ ഈ ട്രഷർ കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് സുപരിചിതമായ വാക്കിലൂടെയാണ് നമ്മൾ ആ വൈദിക ഭാഷയിലേക്ക്, അല്ലെങ്കിൽ യഥാർത്ഥ ഇംഗ്ലീഷിൻ്റെ ലോകത്തേക്ക്, അല്ലെങ്കിൽ തനി മലയാളത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ കടക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. ജഗതീശ്വരൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. വർഗീയ ജീവിതത്തിലേക്ക്. വർഗം എന്നാണ് അതിൻ്റെ വാക്ക് മീനിങ്. സ്വ അല്ല, സ. അതിൻ്റെ വായ്ക്ക് പകരം ഇരിക്കുന്ന അടയാളവാക്യമാണ് വർഗ ജീവിതം. അത് നമുക്ക് അങ്ങനെ അതിനേക്കാൾ അധിഷ്ഠമായ ജീവിതം, സ്വാദിഷ്ടമായ ജീവിതം. ഇവിടെയും നമ്മൾ വാക്കുകളുടെ സ്പഷ്ടതയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാക്കുകളുടെ സ്പഷ്ടതയിലേക്ക്, വ്യക്തതയിലേക്ക്, ക്ലിപ്തതയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാമി എന്ന് വെച്ചാൽ
എന്താണ് പറഞ്ഞു നമ്മൾ ഷെയർ ചെയ്ത് സ്വാദേറിയത് എങ്ങനെയുണ്ട് ഭക്ഷണം സ്വാദിഷ്ടിത നല്ല സ്വാദുണ്ടായിരുന്നോ സ്വ എന്നൊരു പുതിയ ശബ്ദമാണ്. അതൊരു പുതുമയാണ്. ഒരു പുതുമയിലേക്കാണ് നമ്മളത് കിടക്കുന്നത്. സ്വാമയി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാ സ്വാമി നമസ്തേ. പണ്ട് ഇപ്പോഴും സ്വാമി എന്താണാവോ അവിടുന്ന് വന്ന് എന്താണ് സ്വാമി ഒന്ന് ഇരുന്നാട്ടെ വളരെ ഭവ്യതയോടെ ഭവാൻ ഭവതി എന്നൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു തന്നൊരു സ്വാമി എന്നുള്ള വാക്കാണ്. അതായത് സ്വാമയി എന്നാണ്. മാ കഴിഞ്ഞിട്ട് ഈകാരത്തിൻ്റെ ഈക്ക് പകരമുള്ള ഒരു അടയാള ചിഹ്നമാണ് മാ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സ കഴിഞ്ഞിട്ട് സ്വാമയി എന്നുവെച്ചാൽ എക്സ്റ്റേണൽ അപ്പിയറൻസിലും വാക്കിലും പ്രവർത്തനത്തിലും ചിന്തയിലും വളരെ മനുഷ്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളിൻ്റെ അപ്പിയറൻസ് ഒക്കെ എക്സ്റ്റേണൽ അപ്പിയറൻസിനായാലും മുഖഭാവത്തിനായാലും അദ്ദേഹത്തിൻ്റെ നിൽപ്പിലായാലും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിലായാലും ഒരു സ്വാദ് നമുക്ക് ദർശിക്കാൻ പറ്റും. അത്തരം ആൾക്കാരെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. അതാണ് ആർഷ സംസ്കാരത്തിലെ യഥാർത്ഥ മനുഷ്യരുടെ രൂപം. അവിടെ ഇക്വാലിറ്റി ആയിരുന്നു. അവരെയൊക്കെയാണ് ദൈവം. അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അവതാരങ്ങൾ എന്ന് നമ്മൾ ശരിക്കും മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ തനി അവതാരം ആണെന്ന് പറയാൻ കാരണം അത്തരം ആൾക്കാരെ കാണുമ്പോഴാണ്. അവരൊന്നും ആരിൽ നിന്നും ഒരു ട്രഷറും ദക്ഷിണയായിട്ട് പോലും അഥവാ സ്വീകരിച്ചാൽ തന്നെ അത് ആ രീതിയിൽ എത്തിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കേണ്ട രീതിയിൽ അവരെ ഉപയോഗിക്കും. ദക്ഷിണയായിട്ട് കൊടുത്താൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ധനം അറിവ് തന്നെയാണ്, മനുഷ്യ മൂല്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്വാമി എന്നൊരു വാക്കിൻ്റെ മീനിങ് ഞാൻ അറിയാതെ ഇങ്ങനെ അങ്ങ് വന്നു പോയതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ വാക്കുകളിലെല്ലാം വേദാന്തം എന്ന് പേരിട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അറിവുകളുടെ അവസാന വാക്ക് എന്നാണ്. കണക്ക് സംഖ്യാശാസ്ത്രത്തിലും തന്നെ ഓരോ ഇക്വേഷനും വേദാന്തം എന്നാണ് പറയുന്നത്. വേദാന്തം അറിവെന്ന് മാത്രമാണ്. അത് അവസാന അറിവ് എന്നാണ് ഇക്വേഷൻ എന്ന് പറയും. ഇക്വേഷന് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. അതാണ് വേദാന്തത്തിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് പദം ഇക്വേഷൻസ്. അതുകൊണ്ടാണ് അറിവിൻ്റെ അവസാനം എന്ന് ഇതിന് പേരിട്ടത്. കാണാൻ കഴിയുന്നതിൻ്റെ അവസാനം. കാണുന്ന വെച്ചാൽ ഈ കണ്ണുകൊണ്ടല്ല, മനസ്സിലൂടെ ഒരു കാര്യത്തിൻ്റെ ഒരു ഇഷ്യൂ ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി ചിന്തിച്ച് നീളം അധികം വീതി ഗുണം 2 = വിസ്തീർണം എന്ന ആ കണ്ടെത്തലിലൂടെ അതിൻ്റെ ആകാംക്ഷയ്ക്ക് വിരാമം വരികയാണ്. അപ്പോൾ ഏത് ഇഷ്യൂസിനെയും പരിഹരിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നതിനെയാണ് സിദ്ധാന്തം അല്ലെങ്കിൽ വേദാന്തം അല്ലെങ്കിൽ സത്ത അല്ലെങ്കിൽ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാറ്റി എഴുതാൻ പറ്റത്തില്ല.
അത് ഇത് സംഖ്യാശാസ്ത്രത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സംഖ്യാശാസ്ത്രത്തിലെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്നും തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മാനസികമായിട്ട് നമ്മുടെ മനസ്സ് ഇടുങ്ങി നാരമായി വന്നത്. നമുക്കൊക്കെ നമ്മുടെ കാര്യം മോനെ, നീ നിൻ്റെ കാര്യം നോക്കടാ, നീ ഒന്നാമനാകടാ, നേട്ടം സമ്പാദ്യം ഉണ്ടാക്കുക, മറ്റുള്ളവരെക്കാൾ വലിയ ആളുകളാകുക എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ ഉപദേശം. മുമ്പ് അങ്ങനല്ല. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി മാവധീതമസ്തു മാ വിദ്വേഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനായിരുന്നു പണ്ട് ജീവിച്ചിരുന്നത്. ഒരുപോലെ അറിവ് നേടട്ടെ. അന്ന് ധനം എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും വിദ്യാധനം സർവധനാൽ പ്രധാനം, കൊടുക്കും തോറും ഏറിടും എന്നാണ്. ഏറ്റവും വലിയ ധനം ഇത് തന്നെയാണ്. ബുദ്ധി, അറിവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് സമ്പാദിക്കുക. അതാണ് ഒരുപോലെ ഞങ്ങൾ ആസ്വദിക്കട്ടെ ജീവിതം. ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അതായത് ഈ ഗ്രഹിക്കാൻ കഴിയുന്നതിൻ്റെ അന്തം, ഗ്രാബ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അന്തം. ഏത് കാര്യത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. തെറ്റില്ലാത്ത ഒരറിവ് എല്ലാ കാര്യത്തിനും പിന്നിലുണ്ട്. മുമ്പ് ബ്രഹ്മ മുഹൂർത്തം എന്ന വാക്ക് അതൊരു വേദാന്തമാണ്. വേദാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് പങ്കിടുന്നതിന് ഏറ്റവും ഏത് മാനസിക അവസ്ഥയിലിരിക്കുമ്പോഴാണ് അറിവ് പങ്കിടേണ്ടത് എന്ന മുൻ സ്പീച്ചിൽ പറഞ്ഞ ഒരു വിവരമുണ്ട്. ഏർലി മോർണിംഗിൽ, ബിഫോർ ഹാവിങ് കംപ്ലീറ്റ് റെസ്റ്റ് ആൻഡ് ബിഫോർ എൻഗേജിങ് എനി ആക്ടിവിറ്റി എക്സെപ്റ്റ് ഡേ ടു ഡേ, അതായത് പ്രഭാത കർമ്മങ്ങൾ ഒഴിച്ച് ഉള്ള സമയം, അതായത് പൂർണ്ണ ഉറക്കത്തിന് ശേഷവും ഒരു ജോലിയിലും, അതായത് പ്രഭാത കർമ്മങ്ങൾ ഒഴിച്ച് മറ്റൊരു ജോലിയിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ശരിക്കും നമുക്ക് വായിച്ച് നമ്മുടെ മനസ്സ് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ മുഹൂർത്തം, സമയം. ആ സമയത്താണ്. വൈകിയ വേളയിൽ പാടില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ് പകൽ സമയത്ത് മാനസികവും ശാരീരികവുമായി എൻഗേജ് ചെയ്യുന്ന ഒരാൾക്ക് വൈകിയ അവസ്ഥയിൽ മനസ്സ് പോലെ ശരീരവും റെസ്റ്റിനാഗ്രഹിക്കുന്നു. വൈകിയ വേളയിൽ, പ്രഭാതവേളയിൽ റെസ്റ്റ് കഴിഞ്ഞ് ശരീരവും മനസ്സും റെസ്റ്റ് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റിന് ആഗ്രഹിക്കും. അപ്പോൾ ആ സമയത്താണ് മാനസികമായി നമ്മൾക്ക് പുതിയ അറിവ് സമ്പാദിക്കുന്നതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെറ്റില്ല. അങ്ങനെ തെറ്റില്ലാത്ത നിഗമനങ്ങളെയാണ് വേദാന്തം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, ഋഷീശ്വരന്മാർ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. മറ്റുള്ള ആൾക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് വേദങ്ങൾ എന്ന പേരിൽ, വേദാന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആർഷസംസ്കാരത്തിൽ. ഇതെല്ലാം വളരെ സ്പഷ്ടമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അറിവുകളാണ് ഇതെല്ലാം. നമുക്ക് ഒരാൾ പറഞ്ഞിട്ട് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകേണ്ട വിഷയമല്ല.
അങ്ങനെ ഓടിപ്പോയ ആളുകളൊക്കെ തന്നെ ഈശ്വരനെതിരായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ധരിക്കുന്ന നന്നായിരിക്കും. അന്നേരം അപ്പോൾ തന്നെ അതിന് ശിക്ഷയും അവർക്ക് ഉറപ്പാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലരുടെയും ഗതികേട് ഈ വേദാന്തത്തെ വളച്ചൊടിച്ച്, ഇവിടെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല, സയൻസാണ്, വെറും സയൻസ്. സ്ക്രിപ്റ്റ് എന്നാണ്, സെയിൻറ്റുകൾ എന്നാണ്, സയൻസ്, അതാണ് സയൻസ് ആയത്. സയൻസ് സ്ക്രിപ്റ്റ് എന്നാണ് ഇതിനെ ആദ്യം ആളുകൾ വിലയിരുത്തിയിരുന്നത്. ദൈവികമായ രചനകൾ, ദേവന്മാരുടെ രചനകൾ എന്നാണ് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ അത്ര ആ രീതിയിലേക്ക് അങ്ങനെയായിരുന്നു അവരെ സംബോധന ചെയ്തത്. ഋഷീശ്വരന്മാർ എന്നൊക്കെ ആയിരുന്നു സംബോധന ചെയ്തത്, നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ. പക്ഷേ സെൽഫിഷ് അല്ലായിരുന്നു. നമ്മളുടെ കാര്യം, നമ്മളുടെ ജീവിതം, നമ്മളുടെ ഫാമിലി അന്നതല്ലായിരുന്നു. വസുദേവ കുടുംബകം, ലോകമേ തറവാട്. ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. ലോകം തറവാടായിരുന്നു അവരുടെ വലിയൊരു കൺസെപ്റ്റാണ് ലോകം തറവാട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ആ കാലയളവിൽ കൃതയുഗം, കൃതികൾ രചിച്ച യുഗം, അതിനെ സത്യയുഗം എന്നും പേരിടാം നമുക്ക്. കൃതയുഗം അല്ലെങ്കിൽ കൃതികളുടെ യുഗം, ആ കാലഘട്ടത്തിലായിരുന്നു ഇതിനെ ഈ സ്ക്രിപ്റ്റുകൾ, സയൻസ് സ്ക്രിപ്റ്റുകൾ, അത് പിന്നെ സംസ്കൃതമായി. നല്ലതാണ്, അതും നല്ലതാണ്, സംസ്കരിച്ചത് നല്ല വാക്കുകളാണ്. സയൻസ് സ്ക്രിപ്റ്റ് എന്ന ആകാം, സംസ്കൃതം എന്നാകാം, എല്ലാം വിലയേറിയ പദങ്ങളാണ്, നമുക്ക് മാറ്റാൻ പാടില്ലെന്ന്. ദേവന്മാരുടെ കൃതി സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ശരിയായ ക്രിയേഷൻ എന്നാണ്, സൃഷ്ടി എന്ന സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് വേദാന്തങ്ങൾ അർത്ഥം അറിയാൻ കാര്യം അല്ല എന്ന് ചിലർ പറഞ്ഞു നടക്കുന്നതിൻ്റെ പിന്നിൽ അവരെന്താണോ ഉച്ചരിച്ചത് വരികൾ, എത്ര വരികളാണോ ഉച്ചരിച്ചത്, അതൊന്നും തന്നെ തനി സംസ്കൃതത്തിലല്ല. ശുദ്ധമായ സംസ്കൃതത്തിലല്ല. ക്ഷമിക്കണം, പക്ഷെ ഞാൻ വസ്തുത പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണനെ ഒരു ചരിത്ര പുരുഷനായി നമ്മൾ കണ്ടത്. യുവാവ് എന്ന രീതിയിൽ ഒട്ടനവധി മോശ സ്വഭാവവും നമ്മൾ അദ്ദേഹത്തിൽ ആരോപിച്ചു. പക്ഷേ മഹാത്മാവ്, നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിന് മലയാളം അറിയാത്ത ആളാണ്. എന്നാൽ നമ്മളെയൊക്കെ നന്നായിട്ട്, മലയാളികളെ നന്നായിട്ട് അറിയാവുന്ന ആൾ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. അതായത് ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര പുരുഷൻ ആണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനില്ല. എനിക്ക് ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനാണ് എന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല.
ആർക്കാണ്? മഹാത്മാഗാന്ധി എഴുതി വച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രചനയുണ്ട്, സാഹിത്യ പുസ്തകമാണ്. അതിൽ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ ശ്രീകൃഷ്ണനിൽ പറയുന്ന നമ്മൾ മനസ്സിലാക്കി ശ്രീകൃഷ്ണനിൽ ആരോപിച്ച ആ ആരോപണങ്ങളൊക്കെ തന്നെ പിന്നീടെല്ലാം തിരുത്തി എഴുതപ്പെട്ടതാണ് ആയിരിക്കാം എന്നും മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്. വളരെ കറക്റ്റാണ്. അന്ന് അദ്ദേഹം അഹിംസാ സിദ്ധാന്തം പഠിച്ചത് ഭഗവത്ഗീതയിലൂടെയാണെന്നാണ് ആര് പറയുന്നത്? മഹാത്മാഗാന്ധി പറയുന്നത്. നമ്മൾ ഇന്ന് ഹിംസാ സിദ്ധാന്തം പഠിക്കുന്നു ഇതിലൂടെ, ഭഗവത്ഗീതയിലൂടെ. ഈ ഭഗവത്ഗീതയിലെ വാക്കുകളെല്ലാം തന്നെ ഇക്വേഷൻസാണ്, സൂത്രവാക്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പഠനം ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഓരോ ഘട്ടങ്ങൾ വളരെ ദീർഘമായ വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം തന്നെ ഇത് 31 മിനിറ്റായി സംസാരം. എൻ്റെ സഹൃദയരായ അവരുടെ മുന്നിൽ ഒരു വിലയേറിയ ടൈമാണ് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിലയേറിയ ട്രഷറാണ് നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. നോട്ട് ഫ്രം മീ, എന്നിൽ നിന്നല്ല. ശബ്ദം എൻ്റേതല്ല. ഈ വിഷയം പ്രാധാന്യം, ഞാൻ നേരത്തെ പറഞ്ഞു, വിഷയത്തിന് പ്രാധാന്യം, രണ്ടാമത് കേൾക്കുന്നവർക്ക് പ്രാധാന്യം. ഇതൊരു അറിവ്, പ്രകൃതി നിയമം. അത് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. നമ്മൾ ഷെയർ ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് ഇവിടെ പ്രാധാന്യമില്ല, വ്യക്തി ആരുമല്ല ഇവിടെ. നമ്മൾക്കല്ല ഈക്വൽ, ഒരേ സ്ഥാനം ജഗദീശ്വരൻ തന്നിരിക്കുന്ന ഈ അറിവ് പങ്കിടാനുള്ള അവസരം. അതിനകത്ത് ഒരേ പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, നമ്മൾ കൃഷ്ണൻ എന്ന വാക്കിലൂടെ നമ്മൾ മറ്റൊരു വ്യക്തിയെ നമ്മൾ കണ്ടു. കൃഷ്ണൻ എന്ന വാക്ക് അതല്ല. കൃത്യത, ഇംഗ്ലീഷ് വാക്കാണ് ഭഗവാനെ. കറക്റ്റ്. ഈസ് ഇറ്റ് കറക്റ്റ്? ഈസ് ഇറ്റ് കറക്റ്റ്? ഈസ് ഇറ്റ് കറക്റ്റ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ആം ഐ കറക്റ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ? ആ കറക്റ്റ്? ഈസ് ഇറ്റ് കറക്റ്റ്? ശരിയിൽ അവസാനിക്കുന്നത് ക്രാന്തദർശിത്വം. ക്രാന്തദർശിത്വം ഒരു വാക്കാണ്. ക്രാന്തദർശികൾ അന്നത്തെ നമ്മുടെ പൂർവികരായ ആ ഗുരു ആ ശ്രേഷ്ഠ വ്യക്തികളെ ക്രാന്തദർശികൾ എന്നാണ് വിളിച്ചിരുന്നത്. ക്രാന്തദർശിത്വം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കാണ്, അതുപോലെ തന്നെ മലയാളം വാക്കാണ്. കൃത്യസമയം, ക്രമത്തിൽ, കൃത്യസമയം, കൃത്യസമയം, കൃത്യനിഷ്ഠ, എന്നുവെച്ചാൽ കറക്റ്റായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ്. ഈസ് ഇറ്റ് കറക്റ്റ്? അതിലെ അത് തന്നെയാണ് മലയാളവും അത് തന്നെയാണ്, സെയിം വാക്കാണ്. ഭഗവാനെ ക്രാന്തൽ ശരിയായിട്ടുള്ളത്. അന്ധം വെച്ചാൽ ദർശിത്വം, ക്രാന്തദർശിത്വം, ശരിയിൽ അവസാനിക്കുന്ന ദർശനം
സാധ്യമാക്കുന്നവർ, കഴിയുന്നവർ, ഏത് കാര്യത്തിലും അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. അതാണ് നമ്മുടെ ആർഷ സംസ്കാരത്തിലെ ദൈവതുല്യമായിട്ടുള്ള ദേവന്മാർ തന്നെയാണ് അവർ ആയിരുന്നവർ. അവർക്ക് എല്ലാം മുഖത്ത് നോക്കിയാൽ ഒരാളിൻ്റെ സ്വഭാവം വാക്കിലൂടെ, നോട്ടത്തിലൂടെ ഒരാളിൻ്റെ ശരിയായ സ്വഭാവം തിരിച്ചറിയാൻ കഴിവുണ്ടായിരുന്നു. ഇന്നും നമുക്കത് സാധ്യമാണ്. ഒരാളിനെ നോക്കി ആൾ ഏത് രീതിയിലുള്ള ആളാണ്, ഞാൻ മറ്റു വാക്ക് തൽക്കാലം ഉപയോഗിക്കുന്നില്ല, ഏത് രീതിയിലുള്ള ആളാണ്, ഏത് സ്വഭാവക്കാരനാണ് എന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ആ തലത്തിലേക്കാണ് നമ്മൾ മാനസികമായിട്ട് വളരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ അത്തരം വളർച്ചയൊന്നുമില്ല. നമ്മൾ സഹൃദയത്വം എന്ന വാക്കുണ്ട്, സഹൃദയത്വം. അരസികത്വം എന്ന വാക്കുമുണ്ട്. അരസികത്തിൻ്റെ ഓപ്പോസിറ്റാണ് സഹൃദയത്വം. സഹൃദയർ എന്ന ഏത് വിഭാഗത്തിനെയാണ് പറയുന്നത് എന്ന് ഒരു ഡെഫിനിഷൻ AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ രചനയിൽ ഒരു സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ട്. അതായത് പണ്ഡിതരുടെ വാക്കുകൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ ചിലരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി ജനിക്കും. ഇത്തരം അനുഭൂതി ജനിക്കത്തക്ക ബുദ്ധിയുള്ളവരെ സഹൃദയർ എന്ന് പറയും. എല്ലാവർക്കും ഈ പണ്ഡിതരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒന്ന് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാകത്തില്ല. അങ്ങനെ നമ്മളുടെ ഇടയിൽ ചിലർക്ക് അത്തരം വാക്കുകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും പറഞ്ഞറിയിക്കാനാകാത്തൊരു അനുഭൂതി വാക്കുകൾക്ക് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക്, മാനസിക തലത്തിലേക്ക് അവരങ്ങ് പോവുകയും അതൊക്കെ അവരുടെ മുഖത്ത് അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. മുഖഭാവത്തിലൂടെയും അത് നമുക്കത് ദർശിക്കാൻ പറ്റും. അവരത് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിക്കാൻ ശേഷിയുള്ളവരെയാണ് സഹൃദയർ. അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ളവരെ, അത്രയും തലത്തിലേക്ക് ബുദ്ധി വികസിച്ച ആളുകളെയാണ് സഹൃദയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സാഹചര്യമാണ് ഒരാളിനെ അരസികരാക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് വേദാന്തം. അവർ സഹൃദയത്തിലേക്ക് പോവുക അറിയാതെ. ഈ വേദങ്ങൾ നമുക്ക് ആർക്ക് വേണ്ടിയാ വേദം? വ്യക്തമായി വേദത്തിൽ പറയുന്നുണ്ട്, അരസിയർ അല്ലെങ്കിൽ രോഗിയുള്ളവർ അവരെ ഇതിൽ നിന്നെല്ലാം മുക്തമാക്കി ശരിയായ ജീവിത പന്ഥാവിലേക്ക്, സുഖകരമായ ജീവിതത്തിലേക്ക്, സ്വർഗീയ ജീവിതം, ദേവന്മാരോടൊപ്പം ഉള്ള ജീവിതം ഭൂമിയിൽ, അതാണ്. അല്ലാതെ മറ്റൊരു സ്ഥലത്തുമല്ല നമ്മൾ ഈ സ്വർഗം അന്വേഷിച്ചു പോകും. ഇവിടെ തന്നെയാണ്. ആ ജീവിത പന്ഥാവിലേക്കാണ്, സ്വർഗീയമായ അനുഭവ തലത്തിലേക്കാണ് നമ്മൾ ഒന്നിച്ചു പോകുന്നത്. ഞാൻ മുമ്പേ അത് ഇന്ന് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ അതങ്ങനല്ല. നമ്മൾ അങ്ങനെ ആരും മുമ്പിലല്ല, എല്ലാം ഒരേ സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു വന്നത് ക്രാന്തദർശിത്വം, ശരിയിൽ അവസാനിക്കുന്ന ദർശനം. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ കാര്യം, ആ വാക്കിലേക്ക് ക്രാന്തദർശിത്വം എന്ന് പറയാൻ കാരണം കൃഷ്ണൻ എന്ന പദത്തിന്, ആ ദിവ്യമായ പദത്തിൻ്റെ സത്ത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വളരെ ഏറ്റവും മഹത്കരമെന്ന് വിശേഷിപ്പിക്കുന്നു, ഏറ്റവും ശക്തൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ദേവനെയാണ് നമ്മൾ അടുത്ത് അറിയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ. മനസ്സിലാക്കി കഴിഞ്ഞു. സത്യം. ക്ഷിക്കുക അല്ലെങ്കിൽ ക്ഷണിക്കുക. ഷ്ണ എന്ന വാക്ക് കൃഷ്ണൻ. അത് പല രീതിയിൽ ഉച്ചരിക്കാം നമുക്ക്. കൃഷ്ണ, ഇഷ്ണ എന്ന് വെച്ചാൽ ഷായും നായും ചേർന്ന്.
കൃത്യത്തെ ക്ഷണിക്കൽ, കൃഷ്ണം ക്ഷണിക്കൽ, സത്യത്തെ ക്ഷണിക്കുക. സത്യം ഇവിടെ തെറ്റും ശരിയും എന്നതിൽ സത്യം അല്ല. ഭഗവാൻ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ തെറ്റും ശരിയും എന്നതൊക്കെ പറയുന്നത് പോലെ ഉള്ള സത്യം എന്ന വാക്കല്ല. അതിനുപരിയായിട്ട് ഒരു മീനിങ് ആ സത്യത്തിന് നമ്മൾ കൊടുക്കുക. ആ സത്യം ഇതിനെല്ലാം സൃഷ്ടിച്ച ആ പ്രപഞ്ച സത്യം, എല്ലാത്തിനെയും സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടുവരുന്ന ആ സത്യം, ആ തേജസ്, ആ ദൈവീകമായ ജഗദീശ്വരൻ, ആ സത്യം, ആ വാക്കിന് പിന്നിൽ അങ്ങനെ ഒരു തലം മറഞ്ഞിരിക്കുന്നു. അതേ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹത്തിന് നമ്മളെല്ലാം ഈ കാണുന്നതിനെല്ലാം സാക്ഷി. ആ സത്യത്തിൻ്റെ കുറേ മഹാത്മാവ് സത്യം എന്ന വാക്കിനെ പറ്റി പറയുന്നത് മനസ്സിലാക്കണം എങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചന, ഗാന്ധി സാഹിത്യം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലെ ആ പർട്ടിക്കുലർ പോർഷൻ വായിക്കുകയല്ലാതെ തൽക്കാലം അത് വർണ്ണിക്കാൻ വാക്കുകൾ എനിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സത്യം. അദ്ദേഹം ആ സത്യം എന്ന പദത്തിലെ ഈശ്വരനായിട്ട് കണ്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ വൈഭവം, രചന, ഒരു സത്യം എന്ന വാക്കിനെ അദ്ദേഹം നിർവചിക്കുകയാണ്. അവിടെ കാണുകയാണ് ജഗദീശ്വരനെ. തൽക്കാലം ഞാൻ വളരെ വളരെ വിലയേറിയ ഒരു സംഭവത്തിലെ ഒരു ഫാക്റ്റാണ് ഞാനിവിടെ സൂചിപ്പിക്കുക. അത് നമുക്ക് ലേറ്റർ സ്റ്റേജിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു വരുന്നത്, കൃഷ്ണൻ എന്ന വാക്ക് സത്യത്തെ ക്ഷണിക്കുക, ആഗ്രഹിക്കുക എന്നാണ്. സത്യത്തെ ആഗ്രഹിക്കുന്നവൻ ധർമ്മത്തിൻ്റെ സംരക്ഷകൻ എന്നാണ്. ധർമ്മം, സത്യം അല്ലെങ്കിൽ ധർമ്മത്തെ ആഗ്രഹിക്കുക, ക്ഷണിക്കുക. ക്ഷ എന്ന വാക്കുണ്ട്, ഷ എന്ന ശബ്ദം. ടെൽ ആൻഡ് വിഷ് അതിൽ ഷ. വിഷൻ, ടെലിവിഷനിലെ വിഷൻ ഇംഗ്ലീഷ് വാക്കാണ്. നമുക്ക് വിഷൻ. ശരിയാണ്, ടെലിവിഷൻ. നല്ല വിഷൻ ഉണ്ടോ, കാഴ്ചയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. വിഷൻ മലയാളത്തിൽ അത് തന്നെ ഒരു വാക്കാ. വീക്ഷിക്കുക, വിഷൻ. മലയാളത്തിലെ വിഷൻ വീക്ഷിക്കുക, വിഷൻ വീക്ഷിക്കുക, വീക്ഷണം, വീക്ഷിക്കുക. അയാൾ അത് നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നായിട്ട് വീക്ഷിക്കുക. സുദർശനം, സുദർശനം രണ്ടൊരു വാക്കാണ്. നന്നായിട്ട് വീക്ഷിക്കുക, അതിനെയാണ് സുദർശനം, ദർശിക്കുക. സു അല്ലെങ്കിൽ സ ഏത് വാക്കിൻ്റെയും മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ വാക്കിനെ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് മുൻ സ്പീച്ചിൽ, ഭാഷാപഠനം എന്നതിൽ ഇവിടുന്ന് പ്രസിദ്ധീകരിച്ച സ്പീച്ചിൽ പറയുന്നു, നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഏത് വാക്കിൻ്റെയും മുന്നിൽ സ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സായുടെ ഉകാര വിവൃത
വിവൃതവും സംവൃതവും ഉണ്ടല്ലോ. അത് ഭാഷയുടെ നല്ല നല്ല സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആസ്വാദന പന്താവ് ഇങ്ങനെ പിന്നിടുമ്പോൾ നമുക്ക് ഗ്രഹിക്കേണ്ടതാണ് സംവൃതവും ഉകാരവും വിവൃതവും ഉകാരവും ഒക്കെ. അത് അങ്ങോട്ട് തൽക്കാലം കിടക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ സുദർശനം. ദർശനമല്ല, സുദർശനം. നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് ചക്രായുധം എന്ന്. സുദർശന ചക്രായുധം. എന്താ ചക്രായുധം വിടാ? അദ്ദേഹത്തിൻ്റെ അത് 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 കയ്യിലുള്ള ഒരാളിൻ്റെ ഒരു ദേവൻ്റെ പേരാണ് സുദർശനൻ. സുദർശനൻ, സുദർശന ചക്രധാരി. ആരാണത്? ഭഗവാൻ കൃഷ്ണൻ. ക്ഷണം, കൃഷ്ണൻ കൃത്യത്തെ ക്ഷണിക്കുക. വാക്കിൻ്റെ മീനിങ് അതാണ്. സത്യത്തെ ആഗ്രഹിക്കുക, ആഗ്രഹിക്കുന്ന ആൾ എന്നാണ്. നന്നായിട്ട് കാണുന്ന ആൾ, നന്നായിട്ട് കാണാൻ കഴിവുള്ള അത് ഏതോ അത്. നമ്മുടെ ദൈവീകമായ ഒട്ടനവധി ദൈവീകമായ ശക്തിയുണ്ട്. ആ ദൈവീകമായ കഴിവുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവീക ഭാവത്തിൽ ഏറ്റവും മഹത്കരം ആയിട്ടുള്ള ഭാവം വിഷനാണ്. വീക്ഷണം. ആ വീക്ഷണം എന്ന് പറയുന്ന ദേവൻ വിഷ്ണു എന്ന മഹാവിഷ്ണു, മഹാവീക്ഷ്ണു. അതാണ് കൃഷ്ണന് നമ്മളിട്ടിരിക്കുന്ന മറ്റൊരു പേര്. വീക്ഷണം, വീക്ഷിക്കുക. മഹാവിഷ്ണു, വിഷ്ണു എന്നാണ് നമ്മൾ പറഞ്ഞ് വാക്കിൻ്റെ മീനിങ് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിഷ്ണു എന്ന വാക്ക് ണു ൽ അവസാനിക്കുന്ന ആ വാക്ക് വിഷ്ണു എന്ന വാക്കും വീക്ഷണം എന്ന വാക്കും ഒരേ അർത്ഥമാണ്. മഹാവീക്ഷണം എന്നാണ് ആ ദേവന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര്. ശ്രീകൃഷ്ണൻ എന്ന ആ ഇക്വേഷൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? മഹാവീക്ഷണത്തെയാണ്. ആ മഹാവീക്ഷണം തന്നെയാണ് ഈ മഴ പെയ്യുന്നത്. 365 ദിവസത്തിനുള്ളിൽ ഭൂമിയുടെ ഭൂമിയുടെ മൂവ്മെൻറ്റ്, സൂര്യൻ്റെ മൂവ്മെൻ്റ് എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. എന്തു തന്നെയായാലും 365 ദിവസം, ഒരു വർഷം, അത് കൃത്യമായിട്ട് അത് എവിടെയാണോ തുടങ്ങിയത് അത് വീണ്ടും അതിനിടയ്ക്ക് തന്നെ വർഷം, കാലം വർഷിക്കും. ജലത്തിൻ്റെ വർഷം കൃത്യമായിട്ട് നമുക്കുണ്ടാകും. അതാണ് ഒരു വർഷം. അതിൻ്റെ കൃത്യനിഷ്ഠത കാത്തു സൂക്ഷിക്കുന്ന ആ ദർശനം, അതിനെയാണ് മഹാവീക്ഷണം, മഹാവിഷ്ണു എന്ന പേരിൽ അറിയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സുദർശന ചക്രധാരി എന്ന് അറിയപ്പെടുന്നു. സുദർശന എവിടെ പ്രയോഗിച്ചാൽ, അതായത് നന്നായിട്ടുള്ള ദർശനം, നന്നായിട്ട് ഏത് കാര്യം നമ്മൾ ദർശിക്കുന്നു ആ പ്രശ്നം, പിന്നെ പ്രശ്നമില്ല. നമുക്ക് ആ ദർശനമില്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമില്ല. ആ ഭഗവാന്റെ അനുഗ്രഹമില്ല. ഏത് ഭഗവാന്റെ? നമുക്ക് കണ്ണിനെ കാണാൻ സജ്ജമാക്കുന്ന ആ ദേവൻ്റെ അനുഗ്രഹം നമുക്കില്ല. സുദർശനം എന്ന് പറയുന്ന നമ്മളുടെ ആ ഉള്ളിലെ കഴിവ് കണ്ണുകൊണ്ട് കാണാൻ മാത്രം നമുക്ക് പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നു കാതുകൊണ്ട്, പക്ഷേ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് യഥാർത്ഥ മനുഷ്യനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഏത് ദേവൻ്റെ അനുഗ്രഹം, മഹത്വം, ഏറ്റവും വലിയ ദൈവിക ശക്തി കാണുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതും പ്രപഞ്ചം നോക്കുന്ന അതേ ശക്തി തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. വീക്ഷിക്കുക എന്ന് പറയും. മഹാവീക്ഷണം, മഹാവിഷ്ണു എന്ന് നമ്മൾ പേരിട്ട മഹാവീക്ഷണം ഭഗവത്ഗീതയിലെ യഥാർത്ഥ ഭഗവത്ഗീതയിലെ സത്യത്തിൻ്റെ ധർമ്മ പരിപാലകൻ്റെ പേരാണ്. ധർമ്മം പരിപാലിക്കാനായിട്ട് അവതരിച്ച ആർഷ സംസ്കാരത്തിലൂടെ ലോക ജനതയിലേക്ക് പകർന്ന ആ പേര് മഹാവീക്ഷണം, സുദർശനം. കൃഷ്ണൻ അദ്ദേഹം എവിടെ ഉണ്ടോ? അദ്ദേഹം എപ്പോഴും ആർജവത്തിൻ്റെ പിന്നിലാണ്. ഇംഗ്ലീഷ് വാക്കാണ് അർജുനൻ എന്ന വാക്കുണ്ട്. ഭഗവത്ഗീതയിൽ ഒരു ഇക്വേഷൻ്റെ പേരാണ് അർജുനൻ. ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കഥാപാത്രങ്ങളൊന്നുമില്ല. ഇത് നമ്മളെപ്പോലെ തന്നെ നമ്മളേക്കാൾ സജീവമായിട്ട് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന തേജസ്സുകളാണ്, ശക്തികളാണ്. ആർജവം നമ്മളിൽ എപ്പോൾ ആർജവം ഉണ്ടാകുന്നു, അവിടെ സത്യത്തിൻ്റെ പിൻബലം അല്ലെങ്കിൽ സത്യത്തെ ബേസ് ചെയ്താണ് നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ധരിക്കണം. അതേ ഉള്ളതുകൊണ്ടാണ് ഉത്സാഹം നമുക്ക് ജനിക്കുന്നത്. അതില്ലാത്തതും അധികം പേരിലില്ല. ആർജവം എന്ന് പറയുന്നത് ദൈവികമായ ഒരു വാക്കാണ്. അർജുനൻ അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അർജുനൻ ആണ് പേര്. പക്ഷേ ആ ശക്തി ഇതാണ്. ആര് സത്യത്തിൻ്റെ പിൻബലത്തോടെ, ഭഗവാൻ കൃഷ്ണൻ്റെ പിൻബലത്തോടെ, അല്ലെങ്കിൽ സുദർശന ചക്രധാരിയുടെ പിൻബലത്തോടെ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൽ വിരിയുന്ന, അദ്ദേഹത്തിൽ പ്രകടമാകുന്ന ആ ഭാവത്തെയാണ് ആർജവം. അർജുനൻ ആർജവം. നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇംഗ്ലീഷ് വാക്കാണ്, മലയാളമാണ്. ഒട്ടനവധി ശബ്ദങ്ങൾ പങ്കിടാൻ നമുക്കിവിടെ കഴിയും. ഭാഷയുടെ ആർഷ സംസ്കാരം നമുക്ക് സംഭാവന ചെയ്ത ഈ സൂത്രവാക്യങ്ങളിലൂടെ, ആ പടവുകളിലൂടെ തൊട്ട് നമസ്കരിച്ച് അതിനെ വേദനിപ്പിക്കാതെ ആ ശക്തികളെ ഒഴിഞ്ഞ് പരമപരിശുദ്ധതയോടെ വേദാന്തത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ തനിമയിലേക്ക്
ഒത്ത് നമുക്ക് പോകാൻ ജഗദീശ്വരനോടൊപ്പം. ഒപ്പം ജഗദീശ്വരൻ്റെ മടിയിൽ, അദ്ദേഹത്തിൻ്റെ കൈത്തട്ടിൽ ഇന്നത്തെ സ്പീച്ച് നമുക്ക് ഇവിടെ ജഗദീശ്വരനെ സാക്ഷിയായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ കൊണ്ട് നമുക്കിവിടെ ഇന്ന് പൂർത്തീകരിക്കാം. നന്ദി. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.